എത്ര പേരിങ്ങനെ പച്ചക്കശുവണ്ടി കീറി കഴിച്ചിട്ടുണ്ട്. നല്ല കറയുണ്ട്. അതിനൊരു തുണി വെച്ചിട്ട് നമുക്ക് കീറി എടുക്കാം കേട്ടോ. ഇതാ കണ്ട. ആദ്യം നമുക്കിങ്ങനെ എല്ലാം ഇങ്ങനെ കീറി ഇലയിലോട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ സൈഡ് കൊണ്ട് എടുക്കണം കേട്ടോ. നല്ലതായിട്ട് തുണി വെച്ച് ഇതായില്ലെങ്കിൽ ഇതിന് ഭയങ്കര കറയാണേ. നല്ലതായിട്ട് തുടച്ച് നമ്മളിങ്ങനെ എടുക്കും. ഇത് നമുക്ക് അവിയൽ വയ്ക്കാനും ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് അവിയൽ വയ്ക്കാം, തീയൽ വയ്ക്കാം, മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതുപോലെ തന്നെ തേങ്ങയ്ക്ക് പകരം നമ്മൾ ഇത് ഒരുപാടുണ്ടെങ്കിൽ കറിക്ക് വേണ്ടിയിട്ട് അരയ്ക്കും. തേങ്ങയ്ക്ക് പകരം ഭയങ്കര ടേസ്റ്റ് കേട്ടോ. തേങ്ങ അരയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതൊക്കെ. ചക്ക അവിയൽ ഒക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മളിത് അതിൽ ചേർത്ത് അരയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് ഇത്. ഞാനിതിങ്ങനെ 5-6 എണ്ണം കിട്ടിയപ്പോൾ നമുക്കിതിങ്ങനെ പണ്ടത്തെ ഒരു കൊച്ചുനാളിലൊക്കെ നമ്മൾ ഒരുപാട് തിന്നിട്ടുണ്ടല്ലോ. പണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഇവിടെ തന്നെ ഒരു ഇതുപോലെ പറങ്കിമാവ് ഉണ്ടായിരുന്നേ. അതിന് കറി ഉണ്ടായിരുന്നില്ല. സത്യം അതിൻ്റെ വിത്തൊക്കെ എടുത്ത് വെക്കാനൊക്കെ വിട്ടുപോയതാണ്. കാലം കഴിഞ്ഞപ്പോഴേക്കാണ് അതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാകുന്നത്. അത് നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് അത് അങ്ങനെ തന്നെ പറിച്ച് നമുക്കിങ്ങനെ കടിച്ച് പൊട്ടിച്ച് അതിനകത്തുനിന്ന് പരിപ്പെടുക്കാൻ പറ്റുമായിരുന്നു. ഇത് ഭയങ്കര നഷ്ടമായിപ്പോയി. അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ വിത്തുകളൊക്കെ എടുത്തിരുന്നെങ്കിൽ അന്ന് ഇത്രയൊന്നും കാലം കഴിഞ്ഞ് ഇത്രയൊക്കെ മാറ്റങ്ങൾ വരും. ഇങ്ങനെ ആ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വീണ്ടും കൊതിയൊക്കെ വരുന്ന ഒരു കാലം ഉണ്ടാകുമെന്നൊന്നും നമ്മൾ ആലോചിച്ചില്ലല്ലോ. അന്നൊന്നിനും ഇതിനൊന്നും ഒരു വിലയുണ്ടായിരുന്നില്ല. കാരണം ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഇത് പൊട്ടാണ്. അതുകൊണ്ട് ഇതിനൊന്നും നമുക്ക് അത്രയ്ക്കുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പറങ്കിമാവും കാണാനില്ല, പരങ്ങാണ്ടിയും കിട്ടാനില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ തോലാണ്. ഇതിന് ഭയങ്കര കയർപ്പാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇതെടുത്തിട്ട് ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് സത്യം. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പണ്ട് അതായത് ഒരു 1000 വരെയൊക്കെ, ചിലപ്പോൾ 95 വരെയൊക്കെ കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയാം. പച്ചക്കശുവണ്ടി, പിന്നെ പച്ചപ്പുളി, കൊച്ചു മാങ്ങകൾ, ഇതൊക്കെ കൂട്ടം കൂടി നിന്ന് കഴിക്കുന്നതിൻ്റെ സുഖമൊന്നും ഇന്നത്തെ തലമുറയ്ക്കൊന്നും അറിയത്തില്ല. അതറിയാത്തത് കൊണ്ടാണ്. സത്യം പറഞ്ഞ ഒരു 2000 മുതലുള്ള ഇങ്ങോട്ടുള്ള കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല സത്യം. ഇപ്പോഴത്തെ കാലത്തെ കൊച്ചുങ്ങൾക്ക് വയലിൽ നെൽക്കതിർ പോലും ശരിക്കും കാണാത്ത കൊച്ചുങ്ങളാണ്. അപ്പോൾ അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. പിന്നെ ഇപ്പോൾ എല്ലാം കാശ് കൊടുത്താൽ അതിനെല്ലാം ആണ്ടിപ്പരിപ്പ്, കശുവണ്ടി പരിപ്പും ബദാം പരിപ്പും എല്ലാം കിട്ടുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മുടെ കാലത്തൊന്നും ബദാം പരിപ്പും പിസ്തയും നമ്മൾ കണ്ടിട്ട് പോലുമില്ല. ഇതൊക്കെയായിരുന്നു നമ്മുടെ ബദാം പരിപ്പും പിസ്തയും ഈന്തപ്പഴവും എല്ലാം ഇതായിരുന്നു നമ്മുടെ. അപ്പോൾ എത്ര പേര് കഴിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് തിന്നാൻ കൊതിയുണ്ട് ഒന്ന് പറയണം കേട്ടോ.